ശ്രീമന്നാരായണീയം ദശകം 34 രാമായണ കഥ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രപ്രഭോ ഗീർവാണൈരർഥ്യമാനോ ദശമുഖനിധനം കോസലേഷു ഹൃഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ടുവാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ര്യാ തത്പുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്ത്വാദവാച മുനികഥിതമനുദ്വന്ദ്വ ശാന്താധ്വഖേദ. നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാ താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുറുവന്നഹല്യാം പഥി പദരജസാ പ്രാപ്യ വൈദേഹഗേഹം. ഭിന്ദാനാശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈः സദാരൈः. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേനൈകദാഥോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. താതോക്ത്യാ യാതുകാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ. നാവാസന്ധിരഗംഗാമധിപദവി പുനസ്തം ഭരദ്വാജമാരാന്നത്വാ തദ്വാക്യഹേതോരതിസുഖമവസൻ ചിത്രകൂടേ ഗിരീന്ദ്രേ. ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച. അത്രിന്നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോ ശാരഭംഗീം. നത്വാഗസ്ത്യാം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനുജ മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ. ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പതിപിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധുട്യാം. പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രോ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലോലനാസാം. ദൃഷ്ട്വൈനാം ഹൃഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം
വ്യാഹിംസീരാശരാനപ്യയുധസമധികാം തത്ക്ഷണാദക്ഷദോഷ്മാം സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ട മാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രാന്തനിര്യാപിതഭവദനുജാം രാവണസ്താമഹാരുഷീത് തേനാർത്തോऽപി ത്വമന്തഃ കിമപി മുദമഥാസ്തദ്വഥോപായലാപാത് ഭൂയസ്തന്വീം വിജിന്വന്നഹൃദദശമുഖസ്ത്വദ്വധൂം മദ്വഥേനേത്യുക്വായാദേ ജഡായൗ ദിവമഥ സുഹൃദ് പ്രാതനോ പ്രേതകാര്യം ഗൃഹാണം തം കബന്ധം ജഗനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസോനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 34 രാമായണ കഥ അനുമൽ സംഗമം വരെ. രാമായണത്തിലെ 6 കാണ്ഡങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള കഥകൾ നാരായണീയത്തിൽ 2 ദശകങ്ങളിലായിട്ടാണ് മേൽപ്പത്തൂർ വർണ്ണിച്ചിട്ടുള്ളത്. അല്ലയോ ഭഗവാൻ, ദേവന്മാർ പ്രാർത്ഥിച്ചതനുസരിച്ച് രാവണ നിഗ്രഹത്തിനായി അയോധ്യയിൽ ദശരഥ രാജാവിന് പുത്രന്മാർ ഇല്ലാത്തതു കാരണം വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗ മഹർഷിയാൽ പുത്രകാമേഷ്ടി യാഗം ചെയ്തു. ആ യാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന അഗ്നിദേവൻ ദശരഥ മഹാരാജാവിന് വിശേഷപ്പെട്ട പായസം കൊടുത്തു. അത് ഭക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭക്തിമാരിൽ 3 പേരും ഒന്നിച്ച് ഗർഭം ധരിക്കവേ തുടർന്ന് ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നനോടും കൂടി അവിടുന്ന് സ്വയം രാമനായി അവതരിച്ചുവല്ലോ. ഹേ ദേവ, അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ച് വിശ്വാമിത്രന്റെ ശ്രേഷ്ഠമായ യാഗം രക്ഷിക്കാൻ വേണ്ടി കോദണ്ഡി എന്ന വില്ലും ധരിച്ച് ലക്ഷ്മണനോട് കൂടി പുറപ്പെട്ടുവല്ലോ. വഴിക്ക് വെച്ച് മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ബല അതിബല എന്ന 2 മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് യാതൊരുവിധ യാത്രാക്ലേശവും വിശപ്പും ദാഹവും ഒന്നുമില്ലാതെ ശാന്തനായി യാത്ര ചെയ്യാൻ സാധിച്ചു. മനുഷ്യരക്ഷയ്ക്കായി മഹർഷി പറഞ്ഞതനുസരിച്ച് താടക എന്ന രാക്ഷസിയെ നിഗ്രഹിച്ചു. വിശ്വാമിത്രൻ സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചതും സ്വീകരിച്ച് സിദ്ധാശ്രമം എന്ന വിശ്വാമിത്രന്റെ തപോവനത്തിൽ എത്തിച്ചേർന്നു. യാഗം ആരംഭിക്കവേ അവിടുന്ന് ശരങ്ങളെ കൊണ്ട് മാരീചനെ ഓടിച്ചു കളഞ്ഞു. മറ്റു രാക്ഷസന്മാരെ നിഗ്രഹിച്ചു. വഴിയിൽ വെച്ച് കണ്ട ശിലയിൽ തന്റെ തൃക്കാൽ പൊടി കൊണ്ട് സ്പർശിച്ചപ്പോൾ അഹല്യയായി മാറി. അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി. പിന്നെ മിഥിലാ രാജധാനിയിലെത്തി ശൈവശാപത്തെ മുറിച്ചു. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെയായ ഭൂപുത്രി സീതയെ പാണിഗ്രഹണം ചെയ്തു. പിന്നെ വിവാഹം കഴിഞ്ഞ് അനുജന്മാരോടും ഭാര്യമാരോടും കൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് കോപിച്ച് മതിമറന്ന പരശുരാമൻ തടഞ്ഞു നിർത്തി. അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ചു. പരശുരാമൻ തന്റെ വൈഷ്ണവ തേജസ്സിനെ അങ്ങയ്ക്ക് പകർന്നു നൽകിയിട്ട് മടങ്ങിപ്പോയി. ഹേ കാന്തമൂർത്തിയായ ഗുരുവായൂരപ്പ, അവിടുന്ന് രാജധാനിയിൽ സീതയോടുകൂടി കുറച്ചുകാലം സുഖമായി ജീവിച്ചുവല്ലോ. അന്ന് ഒരു ദിവസം ഭരതൻ ശത്രുഘ്നനോടുകൂടി അമ്മാവന്റെ രാജധാനിയായ കേകയത്തിലേക്ക് പോയിരുന്നപ്പോൾ അച്ഛൻ അങ്ങേക്ക് രാജാഭിഷേകം നടത്തുവാൻ തുടങ്ങി. അത് കേകയപുത്രിയായ കൈകേയിയെ മുടക്കുവാൻ സംഗതിയായി. അല്ലയോ ഭഗവാനെ, അങ്ങ് അച്ഛന്റെ വാക്ക് പാലിക്കാനായി ലക്ഷ്മണനോടും സീതയോടും കൂടി വില്ലുമെടുത്ത് വനത്തിലേക്ക് പുറപ്പെട്ടു.
രാമനെ നിത്യം ദശരഥനായിട്ടും സീതയെ അമ്മയായിട്ടും കാടിനെ അയോധ്യയായിട്ടും വിചാരിച്ചു പോവാൻ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിച്ചു. വഴിക്ക് പിന്തുടർന്നു വന്ന പൗരജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഗുഹന്റെ വാസസ്ഥലത്ത് ചെന്നു. അവിടെ നിന്ന് ജടാവൽക്കലങ്ങളും ധരിച്ച് തോണി വഴി ഗംഗ കടന്നു. എന്നിട്ട് വഴിയിൽ അടുത്തുള്ള ഭരദ്വാജ മഹർഷിയെ കണ്ട് വന്ദിച്ചു. മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ചിത്രകൂടം എന്ന വലിയ പർവ്വതത്തിൽ സുഖമായി താമസിക്കുകയും ചെയ്തു. അല്ലയോ ഭഗവാനെ, നിന്തിരുവടി ഭരതൻ പറഞ്ഞത് കേട്ട് അച്ഛന്റെ പുത്രവിരഹം മൂലം ദുഃഖിച്ചു തന്നെ സ്വർഗാരോഹണം ചെയ്തു എന്നറിഞ്ഞ് ദുഃഖിതനായി. അച്ഛന് ദിവാപാഷ്പാഞ്ജലി നൽകി. പിന്നീട് തന്റെ പാതുകവും ഭൂമിയും ഒപ്പം ഭരതനെ ഭാരമേൽപ്പിച്ചു. പിന്നീട് അത്രി മഹർഷിയെ ചെന്ന് വന്ദിച്ചു. അവിടെ നിന്ന് വിസ്താരമേറിയ ദണ്ഡകവനത്തിലേക്ക് പോയി. വഴിക്ക് വെച്ച് ഭയങ്കരനായ വിരാതൻ എന്ന അസുരനെ വധിച്ചു. അല്ലയോ ഭഗവാൻ, പിന്നീട് ശരഭംഗ മഹർഷിയുടെ സദ്ഗതി നന്നായിട്ട് കണ്ടു. പിന്നീട് നിന്തിരുവടി അഗസ്ത്യ മഹർഷിയെ ചെന്ന് കൈവണങ്ങി. തപസ്സികൾക്ക് പ്രിയം ചെയ്യാൻ രാക്ഷസക്കൂട്ടത്തെയെല്ലാം നിഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. പിന്നീട് മഹർഷി നൽകിയ വൈഷ്ണവ ധനുസ്സും ബ്രഹ്മാസ്ത്ര മന്ത്രോപദേശവും സ്വീകരിച്ചു. വഴിയിൽ അച്ഛന്റെ പ്രിയ സുഹൃത്തായ ജടായുവിനെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ സീതയോടുകൂടി രസിച്ചു വാണു. ഒരിക്കലും തളരാത്ത പൗരുഷം തികഞ്ഞ ശരീരകാന്തിയോട് കൂടിയിരിക്കുന്ന അങ്ങ് കാമാകുലയായി വന്നു ചേർന്ന ശൂർപ്പണേഖയുടെ അപേക്ഷകൾ കേട്ട് സഹിക്കാനാവാതെ അവളെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ലക്ഷ്മണൻ കോപമൂത്ത് അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. വികൃതയായ അവളെ കണ്ട് കോപിച്ച് എതിർത്തു വന്ന ഖരദൂഷണത്രി ശിരസ്സുകളെയും 10,000-ത്തിലധികം രാക്ഷസന്മാരെയും അക്ഷണത്തിൽ തന്നെ കൊന്നുകളയുകയും ചെയ്തു. ശൂർപ്പണേഖ നേരെ പോയത് സഹോദരനായ രാവണന്റെ അടുക്കലേക്കാണ്. അനുജത്തിയായ ശൂർപ്പണേഖ പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായ രാവണൻ മാരീചനെ ചെന്ന് പ്രേരിപ്പിച്ചു. മാരീചൻ ഒരു മായാമൃഗമായി രാമാശ്രമ സമീപത്ത് വന്ന് സീതയെ മോഹിപ്പിച്ചു. സീത മായാമൃഗത്തെ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. നിന്തിരുവടി അതിനെ പിന്തുടർന്ന് ബാണമെയ്തു. അവന്റെ കള്ളക്കരച്ചിൽ കേട്ട് ലക്ഷ്മണനെ തള്ളിപ്പറഞ്ഞയച്ച സീതയെ ഒരു സന്യാസി വേഷത്തിൽ വന്ന് രാവണൻ കട്ടുകൊണ്ടുപോയി. അതറിഞ്ഞ് അങ്ങ് ദുഃഖിതനായെങ്കിലും രാവണവധത്തിന് ഒരു ഉപായം കൈവന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജടായു പ്രാണൻ വെടിഞ്ഞപ്പോൾ നിന്തിരുവടി അച്ഛന്റെ ആ സുഹൃത്തിന്റെ പ്രേത സംസ്കാരാദികൾ ചെയ്തു. പിന്നീട് പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു. പിന്നെ ഭക്തയായ ശബരിയെ ചെന്ന് കണ്ട് അനുഗ്രഹിച്ചു. പമ്പയുടെ തീരത്തിൽ വായുപുത്രനായ ഹനുമാനെ സഹായത്തിന് കിട്ടിയിട്ട് ഏറ്റവും സന്തോഷിച്ചു. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. ഏതൊരു വിപരീത സാഹചര്യത്തിലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിൽ വ്യതിചലിക്കാതെ മുന്നേറിയ ശ്രീരാമചന്ദ്രന്റെ ജീവിതം നമുക്കൊരു വഴികാട്ടിയാണ്. സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ടുള്ള തുല്യഫലം എളുപ്പത്തിൽ ഏതു മന്ത്രത്തിന് ലഭിക്കും എന്ന പാർവതിയുടെ ചോദ്യത്തിന് പരമശിവൻ ഉപദേശിക്കുന്ന രാമനാമമാണ്. അത്രയും മാഹാത്മ്യമുള്ളതാണ് രാമനാമം. എല്ലാം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.